ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടാണെങ്കിൽ കൊട്ടിയൂർ യാത്രേൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പാർട്ട് 1 കണ്ടിട്ട് വായോ കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഉപ്പുമാവും കാപ്പിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുമാവും കടലക്കറി മാത്രം വാങ്ങിയിട്ടുള്ളൂ, കാപ്പി വാങ്ങിയില്ല. ഞങ്ങൾ നേരെ പോയത് കുളത്തിലേക്കാണ് കേട്ടോ. അവിടെ കുറേ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഫോട്ടോയും വീഡിയോയൊക്കെ അവിടെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ പറളശ്ശേരി അമ്പലത്തിൽ നിന്നും ഇറങ്ങി കേട്ടോ. നല്ലൊരു അമ്പലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ എന്തായാലും അവിടെ പോയിരിക്കണം. നിങ്ങൾ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതും മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ ഞാനിതാ വീഡിയോ എടുത്തപ്പോൾ അല്ലു ഓരോരോ കോമിക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലം കേട്ടോ. ഇത് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് പുഴയിലേക്കാണ് കേട്ടോ. കാലും കൈയൊക്കെ കേൾക്കാൻ, പിന്നെ അവിടെ നിന്നുള്ള വെള്ളം കൊണ്ട് തലക്കൊന്ന് ഇങ്ങനെ കുടയൂലേ, അതേമാതിരിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഞാനൊരു തല്ലുമുടി ആയിട്ടോ, അങ്ങോട്ടാക്കൽ ഇങ്ങോട്ടാക്കൽ. പിന്നെ അവിടുന്ന് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാ പുരുഷന്മാർക്ക് ഒരു സെക്ഷനും ലേഡീസിന് ഒരു സെക്ഷനാണ് കേട്ടോ ഉണ്ടാവുക അവിടെ. ഇതാ അവിടെ നിന്നാണ് ചായയും പിന്നെ അതേമാതിരി മമ്പയറൊക്കെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതാണ് മമ്പയറും തേങ്ങാപ്പൂളും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ കേട്ടോ ഒരു വായ മമ്പയർ കഴിക്കാം, ഒരു കടി തേങ്ങാപ്പൂളും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ചോറിന് വേണ്ടിയിട്ടുള്ള വരി. അപ്പോൾ അത് അമ്മ പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നോ, വരി നീങ്ങുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ നേരം വൈകി കിട്ടോ. അപ്പോൾ ഇതാണ് ചോറിനുള്ള ലൈന്. ഞങ്ങൾ ചോറൊക്കെ തിന്നിറങ്ങി, ചോറിൻ്റെ വീഡിയോയും എടുത്തിട്ടില്ല. പിന്നെ എന്താ പറശ്ശിനിക്കടവിൽ നിന്ന് നല്ലൊരു ഫോട്ടോയും കൂടി എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് പിന്നെയും ആ പുഴയിലേക്ക് തന്നെയാണ്. എന്ന് വെച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ഞാൻ പിന്നെയും പുഴയിലേക്ക് പോയി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ബസ്സിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊട്ടിയൂർ എത്തണം, നല്ല തിരക്കാണെന്നൊക്കെയാണ് പറയണത്. ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ ടിക്കറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആണ് കൊട്ടിയൂരിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. വെയിറ്റ് സൂൺ.